അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെ നൗസുവിൻ്റെ പ്രസംഗം ഇങ്ങനെ കേട്ടപ്പോൾ വീണ്ടും ഇങ്ങനെ വന്നു. ഏതായാലും നൗസു പറയുന്നുണ്ട്, പുത്തനാശയക്കാരോട് കൂടെ ഒരുത്തൻ ഇരുന്നാൽ അയാളുടെ വിധി പറയുന്നുണ്ട്. അതൊന്ന് നമുക്കൊന്ന് കേട്ട് പഠിക്കണത് നല്ലതാണ്. അവരെ കൂടെ ഒരുത്തൻ അവരുടെ കൂടെ ഒരുത്തൻ ഇരുന്നാൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഇരിക്കണ മാതിരി തന്നെ ഇയാളിവിടെ നിൽക്കുകയാണ്, അത് ഇപ്പോൾ നിന്ന് പ്രസംഗിക്കുകയാണ്, അത് അതിൽ പെട്ടു കേട്ടോ. ഇനിയിപ്പോൾ ഇരുന്നാലിൽ നിന്ന് പറഞ്ഞ് ഇയാൾ നിൽക്കല്ലേ എന്ന് കരുതാൻ നിൽക്കണ്ട. ഇരുന്നാലും ശരി നിന്നാലും ശരി അവരുടെ കൂട്ടത്തിലായിപ്പെട്ടാൽ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇരുന്നവന്റെ വിധി ആ വഹാബികളുടെ അല്ലെങ്കിൽ പുത്തൻവാദികളുടെ കാര്യത്തിൽ എന്താണോ ദീനിന്റെ വിധി, ആ വിധി തന്നെയാണ് ഇരുന്നവന്റെയും വിധി. അങ്ങനെ ഓരോ കൂട്ടത്ത് പോയി ഇരുന്നാല് ആ ഇരിക്കണോന്റെ വിധി എന്താണോ അത് തന്നെയാണ് പോയി ഇരുന്നോൻ്റെയും വിധി. ഉപരി കിതാബ് നോക്കിയിട്ടാണ് വായിക്കണത്. അപ്പോൾ ആര് പോയി ഓലെ കൂട്ടത്തിലിരുന്നോ അവിടെ ഇരിക്കണവർക്കുള്ള വിധി എന്താണോ അത് തന്നെയാണ് അതിൽ ചെന്ന് പെട്ടുകാണ്ട് ഇരുന്ന ആൾക്കുള്ള വിധിയും. ഇത് അല്ലാഹു പറഞ്ഞതാണെന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുന്നു, ഈ പറഞ്ഞ ആശയം സ്ഥിരപ്പെടുത്തി ജമാഅത്തും മിൻ അഇമ്മത്തി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ പ്രഗൽഭരായ പണ്ഡിതന്മാർ, ഈ ഉമ്മത്തിലെ പ്രഗൽഭരായ പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ ആരുടെ കൂട്ടത്തിൽ പോയി ഇരുന്നിട്ടാണോ കളിക്കുന്നത് അവിടെ ഇരിക്കുന്ന ആളുകളുടെ വിധി തന്നെയാണ് അവിടെ ചെന്ന ആളുടെ വിധിയും എന്ന് ഈ ഉമ്മത്തിലെ പ്രഗൽഭരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടിങ്ങനെ എണ്ണി മിൻഹും അഹ്മദ് ഇബ്നു ഹംബൽ വൽ ഔസാഇ വബ്നുൽ മുബാറക്, ഇവരൊക്കെയും ഇത് പറഞ്ഞതാണ്. ഈ പണ്ഡിതന്മാർ ഇപ്പം മൂപ്പരി പറയപ്പെട്ട ഈ പണ്ഡിതന്മാർ മുഴുവനും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. അഥവാ നമ്മൾ പുത്തനാശയക്കാരുടെ സദസ്സിൽ പോയി ഇരുന്ന് ആ സദസ്സിലിരുന്നാൽ ആ ഇരിക്കുന്ന ആളുകളുടെ വിധി എന്താണോ അത് തന്നെയാണ് ചെന്ന ആളുടെയും വിധി എന്ന് ഈ ഉമ്മത്തിലെ പ്രഗൽഭരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ പോയി ഇരിക്കുന്നത് എവിടെയാണെന്നറിയോ? ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒരു വേദിയിലാണ്. സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഒരു ട്രഷററും കൂടെയാണ്, അതുപോലെ SYSൻ്റെ പ്രസിഡൻറ്റും കൂടെയാണ്, സുന്നത്ത് ജമാഅത്തിൻ്റെ സ്ഥാനം വഹിക്കുന്ന ഒരാളും കൂടെയാണ്. അപ്പോൾ അയാൾ പോയി ഇരുന്നിക്കുന്നത് എവിടെയാണ്? പുത്തനാശയക്കാരുടെ ഒരു സദസ്സിലാണ്. അപ്പോൾ അയാളുടെ വിധി ആണിപ്പോൾ ഈ പറയുന്നത്, ഞാൻ പറയണല്ല കേട്ടോ, ഇയാൾ തന്നെ പറയുന്നതാണ് കേൾക്കുന്നത് കേട്ടോ. ഇനി എൻ്റെ മേത്തേക്ക് ചേർക്കാൻ നിൽക്കണ്ട. അതുകൊണ്ട് തന്നെ പുത്തൻവാദിയുടെ കൂടെ പോയി ഒരാൾ ഇരുന്നാൽ, പുത്തൻവാദിയുടെ കൂടെ പോയി ഇരുന്നാൽ അവന്റെ കൂടെ പ്രതിഷേധത്തിൽ പങ്കെടുത്താൽ, ഓരൊരു പ്രതിഷേധം നടത്തുന്നുണ്ട്, അങ്ങനെ ആ പ്രതിഷേധത്തിലും പങ്കെടുത്താൽ, അങ്ങനെ അതിലൊന്നും പറ്റൂല, അങ്ങനെയൊക്കെ പങ്കെടുത്താലും വിധി ഇത് തന്നെയാണ്. അവന്റെ കൂടെ സഹകരിച്ചാൽ അവനെ കുറിച്ച് പറയാനുള്ള മറുപടി കേട്ടോ ഇമാം ഖുർത്തുബി മഹാന്മാരിൽ നിന്ന് ഉദ്ധരിച്ചു പറയുന്നു, ഫഇന്നഹും ഖാലൂ, അവര് പറഞ്ഞിട്ടുണ്ട്, ഫീ റജുലിൻ, ഒരാളുടെ കാര്യത്തിൽ, ശഗ്നുഹു, അവന്റെ അവസ്ഥ, മുജാനസതു അഹ്ലിൽ ബിദഈ, പുത്തൻവാദികളോട് കൂടിയിരിക്കലാണ്. അങ്ങനെയുള്ള ഒരാളോട് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഒരാൾ പോയി ഇരുന്ന് അങ്ങനെ ചെയ്താൽ അയാളോട് ഇനി നമ്മൾ കാട്ടേണ്ട നിലപാട് എന്താണ് എന്നാണ് എന്ത് ചെയ്യണത് പറയുന്നത് ബാക്കി. അയാളോട് നമ്മൾ പറയണം, ഇരിക്കാൻ പാടില്ല എന്നതാണ് ദീനിന്റെ നിയമം. പറയണം നമ്മളത്.
അങ്ങനെ ഇരുന്നത് കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഇനി അയാളെ വിളിച്ചിട്ട് പറയണം, ഇരുന്നത് ശരിയായില്ല, ഇരിക്കല്ലേ, മേലിൽ ഇനി അങ്ങനെ ചെയ്തു പോകരുത്, ചെയ്തത് ചെയ്തു, ഇനി മേലിൽ അങ്ങനെ ചെയ്യരുതേ എന്ന് പറയണം. അയാൾ അവസാനിപ്പിച്ചു. അങ്ങനെ ഇരിക്കല്ലടാ എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അയാൾ പിന്നെ ആ പരിപാടി നിർത്തി, ഇരുന്നില്ല. അയാൾ പങ്കെടുത്തതിൽ അല്ലാഹുവിനോട് മാപ്പ് പറഞ്ഞു. ഇനി ഞാനില്ലെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ അവരെ കൂടെ കൂട്ടിക്കോളൂ. അയാളോട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അയാള് അതില് പിന്നെ അള്ളാഹുവിനോട് മാപ്പ് പറഞ്ഞു. അദ്ദേഹം അതിൽ നിന്ന് തോപ ചെയ്ത് മടങ്ങി. എന്നാൽ നിങ്ങൾ അയാളെ കൂടെ കൂട്ടിക്കോളിയും, കാരണം ഇനി ട്രഷറർ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചും വേണ്ട, SYSന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നൊന്നും രാജിവെപ്പിച്ചണ്ട, അങ്ങനെ തന്നെ കൂടെ കൂട്ടിയാണ്ട് കൊണ്ട് നടന്നോളിയും. അയാളോട് പറഞ്ഞപ്പോൾ അയാളത് കേട്ടു. എന്നാൽ ഇനി അയാൾ എന്ത് ചെയ്യേണ്ട? ഒന്നും ചെയ്യേണ്ടതില്ല. ഇനി അതല്ല, അയാൾ അത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ എന്തേക്കാരൻ നൗഷു? അതേ സമയത്ത് ഇല്ല, മാപ്പ് പറയാനില്ല, റബ്ബിനോട് ഖേദം പ്രകടിപ്പിക്കാനില്ല. അവൻ അത് അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉൽഹിഖ ബിഹിം, അവരിലേക്ക് അവരെയും ചേർക്കപ്പെടേണ്ടതാണ്. അയാളിനി അത് അംഗീകരിച്ചതൊന്നുമില്ല, അങ്ങനെ മാപ്പ് പറഞ്ഞതൊന്നുമില്ല. എന്നാ പിന്നെ ഇനി എന്താ ചെയ്യേണ്ടത്? അയാളെ ഉൽഹിഖ ബിഹിം, അവരിലേക്ക് ചേർക്കണം, അവരിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. ഇനി എന്ത് ചെയ്യണ്ട? നമ്മളെ കൂടെ കൂട്ടിയാണ്ട് കൊണ്ടെടുക്കണ്ട, സുന്നത്തമായത്തുമായി കൊണ്ട് ബന്ധപ്പെടുത്തണ്ട എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. സത്യം കാര്യം ആര് പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കണമല്ലോ. നൗഷുബൈ പറയുന്നതൊക്കെ ഒരു പോയിൻ്റുള്ള വിഷയമാണ് ഈ പറയുന്നത്. മുഴുവൻ ഹുക്കുമുകളിലും ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ ഹുക്കുമ്. ഇതിനാളുകളുടെ വലിപ്പം പ്രശ്നമല്ല, ആളുകളുടെ പാർട്ടി പ്രശ്നമല്ല. ദീനിന്റെ ഹുക്കുമ് മുഴുവൻ ആളുകൾക്കും ബാധകമാണ്. അതിന് ആളുടെ വലിപ്പോ ആളുടെ സ്ഥാനമോ ആളുടെ പാർട്ടിയോ ഒന്നും നോക്കേണ്ടതില്ല. ദീനിന്റെ കാര്യം എല്ലാവർക്കും ബാധകമാണ്. ബാക്കിയും കൂടി ന്യൂസ് പറയട്ടെ. അതിൽ ഇന്ന ആള് എന്നില്ല, അതാര് ചെയ്താലും. ഇനി ഞങ്ങൾ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. ഒരാള് ചോദിക്കും, നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ചെയ്താലോ? ആര് ചെയ്താലും ദീനിന്റെ നിയമമാണ്. വാദിയുടെ കൂടെ ഇരുന്നാൽ അത് പരിശുദ്ധ ദീനിന്റെ നിലനിൽപ്പിന് തന്നെ ബാധിക്കുന്നതാണ്. തെറ്റാണത്, ഒരു സംശയവും ഇല്ല. ഇപ്പോ സത്യം ആര് പറഞ്ഞാലും നമ്മളത് അംഗീകരിക്കണമല്ലോ. നൗസുപ്പ ഈ പറഞ്ഞ വിഷയം അത് നല്ലൊരു പോയിന്റുള്ള കാര്യങ്ങളാണ്. സുന്നത്തമായത്തിൻ്റെ വിഷയത്തിൽ കർക്കശാണ്, അത് നിയമമാണ്. അതിന് നമ്മൾ അവൻ്റെ പാർട്ടിയോ അവൻ്റെ സംഘടനയോ അവൻ്റെ വലിപ്പം ഒന്നും നോക്കണ്ട. സുന്നത്തമായത്തിൻ്റെ വിഷയത്തിൽ കർക്കശാണ്. നമ്മൾ വഹാബിയുടെ സ്റ്റേജിൽ പോയിരിക്കരുത്, വഹാബികൾക്ക് ഒത്താശ നൽകരുത്, വഹാബികൾക്ക് എന്ത് ചെയ്യരുത്? അവർ ചെയ്തത് വലിയൊരു സംഭവമാക്കി പറഞ്ഞ് അവരെ നമ്മൾ വലിയതാക്കി കൊണ്ടുവരരുത്. അത് സുന്നത്തമായത്തിനക്ക് വിരുദ്ധമാണ്. അവരുടെ സ്റ്റേജിൽ പോയിരുന്ന് അവരതാക്കുക എന്ന് പറഞ്ഞാൽ അത് സുന്നി ആളുകൾക്ക് പറ്റിയതല്ല. അത് എത്ര വലിയവനാണെങ്കിലും ഓനെ മാറ്റി അങ്ങോട്ട് നിർത്തണം. അതാണ് ചങ്കൂറ്റം, അതാണ് ഇസ്ലാം, അതാണ് ദീന്, അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പഠിപ്പിച്ചത്. മൻ വഖറ സ്വാഹിബ ബിദ്അത്തിൻ ഫഖദ് അഅന അലാ ഹദ്മിൽ ഇസ്ലാം. ഓരെ ബഹുമാനിക്കാനും ഓലതാക്കാനും നടന്നു കഴിഞ്ഞാൽ അവൻ ദീനിനെ പൊളിക്കാൻ സഹായിച്ചു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് ഓല പൊന്തിച്ചുകൊണ്ട് നടക്കാതിരിക്കലാണ് നല്ലത് എന്നാണ് കാര്യം. ആര് പറഞ്ഞാലും നമ്മൾ കേൾക്കണമല്ലോ. ഉഷാദ് കാര്യം എങ്ങനെയാണെങ്കിലും കള്ളത്തൊരീക്കത്തിലാണ്, ആ കള്ളത്തൊരീക്കത്തിൻ്റെ ആദർശ മുന്നേറ്റത്തിലാണ് ഈ പ്രസംഗിക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് ഈ പറയുന്നത്. സംഭവം കുറേ മുന്നേ പ്രസംഗിച്ചതാണെങ്കിലും ഇപ്പോൾ നിലപാടുകളിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എങ്കിലും ഈ പറഞ്ഞത് കാര്യമാണ്.